ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പോയി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ 952 മുതൽ ഇന്ത്യ തെരഞ്ഞെടുപ്പ് കാണുന്നതാണ്. അത് പല തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്, പല ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു തെരഞ്ഞെടുപ്പിനെ പോലും ജയിച്ചവരോ തോറ്റവരോ അത്തരത്തിൽ അംഗീകരിക്കാത്ത ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സുതാര്യമല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. പലരും ജയിച്ചിട്ടുണ്ട്, പലരും തോറ്റിട്ടുമുണ്ട്. പല വിധികളും പല രീതിയിൽ മാറി മറിഞ്ഞു വരുന്നതിന് എന്തൊക്കെയോ നഷ്ടപ്പെടും എന്നുള്ള രീതിയിലേക്കുള്ള ആളുകളുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു വൈവിധ്യമുണ്ടല്ലോ, സ്ട്രക്ചർ ടോട്ടൽ മാറ്റിയെടുത്തു. അത് മുഴുവൻ മാറാൻ പോകുന്നു. ഇനി ഒരു തിരഞ്ഞെടുപ്പ് തന്നെ ഇന്ത്യയിൽ ഉണ്ടായില്ല എന്ന് വന്നേക്കാം എന്ന നിലയിലേക്ക് പോലും അത്തരം പോസ്റ്റുകളൊക്കെയാണ്. അപ്പൊ എന്തായാലും വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യ ബോധത്തെ താങ്ങി നിർത്തുന്ന. നമസ്കാരം. ഇന്ത്യയിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു അല്ലെ, ഇന്ത്യക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക്, ജനാധിപത്യം വരെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ സമാധാനമാണ് ഇന്ന് ശരിക്കും. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഇത്ര പെട്ടെന്ന് ഇന്ത്യ സഖ്യം തിരിച്ചു വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വളരെ ക്ലോസ് ആയിട്ടും വാച്ച് ചെയ്യുന്ന, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും വാച്ച് ചെയ്യുന്ന ഒരു അനുഭവമാണ്. ആ സമയത്തൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2014-ലും 2019-ലും ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില ഉരുണ്ടുകൂടലുകൾ, ചില പ്രതിഷേധങ്ങൾ, ചില നിഷേധങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ പല ഭാഗങ്ങളിലായി, അത് പല ജനവിഭാഗങ്ങളിലായി ഈ ഗവൺമെന്റിനെതിരായി രൂപപ്പെടുന്നത് നമ്മൾ പല ഘട്ടങ്ങളിൽ നമ്മൾ വാർത്ത ചെയ്തിരുന്നു. ഉദാഹരണത്തിന് കർഷകർ, അതുപോലെ തന്നെ ഈ പറയുന്ന ക്ഷത്രിയർ, അങ്ങനെ തുടങ്ങി പല ജനവിഭാഗങ്ങൾക്കിടയിൽ, മറാഠ വിഭാഗത്തിനിടയിലുള്ള അമർഷം, ഇങ്ങനെ തുടങ്ങി. ദളിത് പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഉത്തർപ്രദേശിലെ ദളിത് വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ മറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ശരിക്കും പീഡനം അനുഭവിക്കുന്നുണ്ടോ എന്നാണ്. നേരത്തെ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമാണ് ഏറ്റവും കൂടുതൽ പീഡനം ഈ പറയുന്ന ഹിന്ദുത്വവാദികളുടെ അല്ലെങ്കിൽ മനുവാദികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു അവയെല്ലാം ഇങ്ങനെ പതുക്കെ ഒന്നു ചേർന്ന് വരുന്ന ഒരു കാഴ്ച നമ്മൾ കുറെ അത് കണ്ടിട്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത്, അതിനെയെല്ലാം മറികടക്കുന്ന രീതിയിൽ അപ്പുറത്ത് അതിൻ്റെയൊക്കെ മുകളിൽ വർഗീയത കയറി നിൽക്കുമ്പോൾ ഇതെല്ലാം അപ്രസക്തമായി പോകും എന്നുള്ള ഒരു വേർഷൻ ഉണ്ടായിരുന്നു. അത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെ വന്നതായിട്ട് കാണുന്നില്ല പലയിടങ്ങളിലും. യഥാർത്ഥത്തിൽ ഈ 400+ അല്ലെങ്കിൽ 400 പാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ BJPയുടെ തന്നെ നേതാക്കൾ പല ഭാഗങ്ങളിലായി, അനന്ത്കുമാർ ഹെഗ്ഡെ ഉൾപ്പെടെയുള്ള ആളുകൾ, അരുൺ ഗോവിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണഘടന തന്നെ പൊളിച്ചെഴുതാൻ പോവുകയാണ് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് വന്നപ്പോൾ അതിനെ ഒരു വടിയാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യ സഖ്യം ഇതാ ഭരണഘടന പൊളിക്കാൻ പോകുന്നു, ഇവിടെ SC/ST വിഭാഗങ്ങൾക്ക്, OBC വിഭാഗങ്ങൾക്കൊക്കെ നൽകുന്ന സംവരണം പോലും ഭരണഘടനയുടെ സംഭാവനയാണ്, സമ്മാനമാണ്, ഈ ഭരണഘടന പോകുമ്പോൾ അത് നഷ്ടപ്പെടും. ഓൾറെഡി RSS എന്ന് പറയുന്ന അവരുടെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട മദർ ഓർഗൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സംവരണത്തെ അനുകൂലിക്കുന്നവരല്ല. അവർ സാമുദായിക സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണത്തിനുള്ള ഒരു അവസരം ഈ 400 പാർ എന്ന അവകാശവാദത്തിലൂടെ, ഭരണഘടന തന്നെ മാറ്റിയെഴുതുമെന്ന അവകാശവാദത്തിലൂടെ BJP മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ത്യ സഖ്യത്തിന് വീണ് കിട്ടിയ ഒരു വടിയായിട്ടാണ് ഞാനതിനെ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ വളരെ ആസൂത്രിതമായി തന്നെ ജാതി സെൻസസ് നടത്തും എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ രാഹുൽ ഗാന്ധി തന്നെ അത് മുന്നിൽ നിന്നുകൊണ്ട് ആ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഈ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും SC/ST ആണെങ്കിലും ഒക്കെ ഈ സംവരണം ഇല്ലാതായി പോകുമോ എന്നുള്ള ഒരു തോന്നലിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ടാകണം, അങ്ങനെ ഒരു ആശങ്കയിലേക്ക് അവർ വീണുപോയിട്ടുണ്ടാകണം എന്നുകൂടി നമ്മൾ ഇതിൽ കരുതണം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത്, രണ്ടാം ഘട്ടം പിന്നിടുന്ന സമയത്തൊക്കെ ആകുമ്പോഴേക്കും നരേന്ദ്രമോദിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണല്ലോ, 10 വർഷം അധികാരത്തിലിരുന്നയാളാണ്, തന്റെ ഭരണ നേട്ടങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് തെറ്റല്ല. അങ്ങനെയായിരുന്നു പ്രചാരണം തുടങ്ങിയിരുന്നത്. 400 പാർ എന്നൊക്കെ പറഞ്ഞ് മോദിക്ക് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പ്രചാരണം. പക്ഷേ ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ BJPക്ക് അകത്തുള്ള, RSSനകത്തുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തോട് പറയുന്നു, നിന്നെ ഇത് പറയാനല്ല ഏൽപ്പിച്ചത് എന്ന മട്ടിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അദ്ദേഹം പച്ചയ്ക്ക് വർഗീയത പറയുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോയത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട അദ്ദേഹത്തിന്റെ പ്രകടനം? ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് വന്നുകൂടാത്ത, ഇന്ത്യ പോലൊരു രാജ്യത്തെ
ഭരണാധികാരി പോലും വന്നുകൂടാത്ത വാക്കുകൾ അത് വളരെ മോശമായി. അതായത് എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്, എന്നിട്ട് അത് കേട്ട് ഇലക്ഷൻ കമ്മീഷൻ മിണ്ടാതിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ മാത്രമാണോ, ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഞാൻ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, ഒരു സംശയം അതിൽ പറയുന്നുണ്ട് പലരും, കോടതികളിൽ പോലും അതിന്റെ സ്വാധീനം കടന്നു ചെന്നിട്ടുണ്ട്. ഒരു ജഡ്ജി തന്നെ പറഞ്ഞല്ലോ, ഞാൻ RSS കാരനാണ്, ഇനി റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സംഘപ്രവർത്തനം നടത്താൻ പോവാന്ന് പറയുന്ന രീതിയിലേക്ക് പല വിധികളും പല രീതിയിൽ മാറി മറിഞ്ഞു വരുന്നതിന് എന്തൊക്കെയോ നഷ്ടപ്പെടും എന്നുള്ള രീതിയിലേക്കുള്ള ആളുകളുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പിന്നെ വൈവിധ്യമുണ്ടല്ലോ, സ്ട്രക്ചർ ടോട്ടൽ മാറ്റിയെടുത്തു. അത് മുഴുവൻ മാറാൻ പോകുന്നു. ഇനി ഒരു തിരഞ്ഞെടുപ്പ് തന്നെ ഇന്ത്യയിൽ ഉണ്ടായില്ല എന്ന് വന്നേക്കാം എന്ന നിലയിലേക്ക് പോലും ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ചർച്ച വന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള നില വലിയ തോതിൽ ആശങ്കയായി മാറുന്ന സാഹചര്യം ഗുരുതരമായ നിലയിലേക്ക്. കാരണം എന്റെ നാടാണിത് എന്ന് ഇവിടെ ജനിച്ചു വീണ ഒരാൾക്ക് പറയാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഭീകരമാണത്. അതൊരു പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വരിക. എന്തായാലും അതിനൊക്കെ ഒരു അറുതി വന്നിരിക്കുന്നു. ഇനി ഇക്കാലത്തോടുകൂടി ജനങ്ങളെ മേലെ കുതിര കയറി ഭരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് നടക്കാത്ത സ്വപ്നം തന്നെ ആയിരിക്കും. നിങ്ങൾ നോക്കൂ, അന്വേഷണ ഏജൻസികൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഏജൻസികളാണ്. ആ ഏജൻസികളുടെ പ്രവർത്തനം നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റിനുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ അത് രാഷ്ട്രീയ പ്രേരിതമായി മാത്രം പ്രവർത്തിക്കുന്ന ഏജൻസികളായി ED ഉൾപ്പെടെ, ഇൻകം ടാക്സ് ഉൾപ്പെടെ, CBI ഉൾപ്പെടെ മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. രാഷ്ട്രീയ കക്ഷികളെ നെടുക പിളർക്കുക, പണം കൊടുത്ത ആളുകളെ വാങ്ങുക, ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക, ഇത്തരത്തിൽ വാങ്ങിയ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പാർട്ടിയുടെ വലിപ്പം കൂട്ടുക. അതുപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമായി പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ ആ പാർട്ടി ഫണ്ടിലേക്ക് മുതൽ കൂട്ടുക, ഇങ്ങനെ തുടങ്ങി ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് BJP കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നടത്തിയത്. അതിനു മുമ്പുള്ള നോട്ട് നിരോധനവും GST നടപ്പാക്കലും ഒക്കെ തലതിരിഞ്ഞ പരിഷ്കരണങ്ങളായിരുന്നു എന്നതൊക്കെ പോകട്ടെ, അത് ആ ഗവൺമെന്റിന്റെ നടപടി. പക്ഷെ ഈ ഗവൺമെന്റിലേക്ക് വരുമ്പോൾ, 2ാം ടേമിലേക്ക് വരുമ്പോൾ കാണിച്ച നടപടികളൊക്കെ തന്നെ ഇന്ത്യ എന്ന പൊളിറ്റിക്കൽ ഫാബ്രിക്കിനെ, ഇന്ത്യയുടെ രാഷ്ട്രീയ മനസ്സിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള, അട്ടിമറിക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. കോടതി അവിടെ ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ഇപ്പുറത്ത് പൗരത്വത്തിന് ചട്ടങ്ങൾ കൊണ്ടുവരികയും അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്ന നടപടിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോയി എന്ന് പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പോയി എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ 952 മുതൽ ഇന്ത്യ തെരഞ്ഞെടുപ്പ് കാണുന്നതാണ്. അത് പല തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്, പല ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു തെരഞ്ഞെടുപ്പിനെ പോലും ജയിച്ചവരോ തോറ്റവരോ അത്തരത്തിൽ അംഗീകരിക്കാത്ത ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സുതാര്യമല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. പലരും ജയിച്ചിട്ടുണ്ട്, പലരും തോറ്റിട്ടുമുണ്ട്. പക്ഷേ ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ഭരണകൂടങ്ങൾ ഭരണം ഇറങ്ങുകയും പുതിയ ഭരണം കയറുകയും ചെയ്യുന്ന മനോഹരമായ ജനാധിപത്യ പ്രക്രിയ വർഷങ്ങളായി നിലനിന്ന രാജ്യത്ത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയ തോതിൽ സംശയങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഒരു മന്ത്രിയും ഒരു പ്രധാനമന്ത്രിയും വിചാരിച്ചാൽ നിയമിക്കാം എന്നുള്ള നിലയിലേക്ക് പോലും നിയമത്തിൽ മാറ്റം വരുത്തുന്നു. സുപ്രീം കോടതി മുന്നോട്ട് വെച്ച ഗൈഡ് ലൈനിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയത്. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് അയക്കാൻ പോലുമുള്ള നട്ടെല്ല് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചില്ല. ഇത്രമാത്രം വൃത്തികെട്ട വാക്കുകൾ, ഇത്രമാത്രം നികൃഷ്ടമായ പദാവലികൾ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വന്നിട്ടും ഒരു നോട്ടീസ് അയക്കാൻ ആ പാർട്ടിയുടെ പ്രസിഡന്റ് നോട്ടീസ് അയച്ചിരിക്കുക. ബാലൻസ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിന്റെ പ്രസിഡന്റ് നോട്ടീസ് അയച്ചു. ഇത്തരത്തിലാണ്. എന്തായാലും വലിയ രീതിയിലേക്ക് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഭരണം ഇനി ഭരിക്കാൻ കഴിയില്ല എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും. കാര്യം ജനാധിപത്യം എല്ലാവരുടെയും ഫേസ്ബുക്ക് പേജിലൊക്കെ മറ്റും നോക്കുമ്പോൾ ജനാധിപത്യം ഉണ്ട്, ജനാധിപത്യം വരും, തിരിച്ചു വരും, ജനാധിപത്യം മരിച്ചിട്ടില്ല, അത്തരം പോസ്റ്റുകളൊക്കെയാണ്. അപ്പൊ എന്തായാലും വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യ ബോധത്തെ താങ്ങി നിർത്തുന്ന, ഇന്ത്യയിലെ ജനാധിപത്യ സംസ്കൃതിയെ നിലനിർത്തുന്ന തരത്തിൽ വളരെ നിർഭയമായി പോയി വോട്ട് ചെയ്ത ഈ നാട്ടിലെ കോടാനുകോടി വരുന്ന പാവപ്പെട്ടവർക്കാണ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. നന്ദി, നമസ്കാരം.